കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ചെറുപുഴയിൽ നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ചെറുപുഴയിൽ നടന്നു. ചെറുപുഴ റെയിനേഴ്സ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം KSSPU സംസ്ഥാന സെക്രട്ടറി K. കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പണ്ടത്തെ കാലത്ത് പെൻഷൻകാരെന്ന് പറയുമ്പോൾ ഒരു ജീവനക്കാരൻ പെൻഷൻ പറ്റി പിരിയുന്നു എന്ന് പറഞ്ഞാൽ വേവലാതിയാണ്. ഞാൻ പിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തെ എങ്ങനെയാണ് പോറ്റുന്നത്? അപരാധിയും വേവലാതിയുമാണ് അന്ന് പിരിയാൻ പോകുന്ന പെൻഷൻകാരെ സംബന്ധിച്ചോളം. ഇന്നത്തെ സംബന്ധിച്ച് പിരിയുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. മറ്റ് കെട്ടുപാടുകളൊന്നുമില്ലാതെ സ്വതന്ത്രമായ സമൂഹത്തെ തുറന്നു വിടുകയാണ്. ജീവിക്കാൻ ആവശ്യമായ ഇഷ്ടം പോലെയുള്ള പെൻഷൻ കിട്ടാനുള്ള സംവിധാനം നമ്മൾക്ക് ആലോചിച്ചാൽ അറിയാം. നാം വാങ്ങിയ പെൻഷൻ ശമ്പളമായി വാങ്ങിയ അതിൽ നിന്ന് ഒട്ടും കുറയാതെ തരത്തിലുള്ള പെൻഷൻ വാങ്ങാനുള്ള സംവിധാനം നമുക്ക് ഇന്നുണ്ട്. ഒട്ടും കുറയാന്ന് പറയുമ്പോൾ ശമ്പളത്തിൽ നമുക്ക് പല പിടുത്തങ്ങളും ഉണ്ടാവും. ആ പിടുത്തങ്ങളെല്ലാം കഴിഞ്ഞ് ബാക്കിയാണ് നമ്മളെ ശമ്പളമായി കിട്ടുന്നത്. പെൻഷൻ തൊട്ടടുത്ത് പെൻഷൻ വരുമ്പോൾ മറ്റു പിടുത്തങ്ങളും ഇല്ലാതെ ഒട്ടും മോശമല്ലാത്ത തരത്തിൽ പെൻഷൻ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ ഈ പെൻഷൻ ഇങ്ങനെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ നേടിയെടുക്കാൻ കഴിഞ്ഞ പെൻഷൻ ഇല്ലാതാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മറ്റു ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അധ്യക്ഷനും പറഞ്ഞു, ഈ പെൻഷൻ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ 10,000 മാത്രമേ പെൻഷൻ കൊടുക്കുള്ളൂ എന്നൊക്കെ സമൂഹങ്ങൾ പലയിടത്തും പറയുന്നുണ്ട്. ശരിയാണ്. ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ പെൻഷനെ നമ്മളെ അസൂയയോട് നോക്കുന്ന സമൂഹം പുറത്തുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം 56 വയസ്സ് വരെ സർക്കാരിനെ സേവിച്ചു, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെ സേവിച്ചു. സെക്രട്ടറി P. K. ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ K. കരുണാകരൻ മാസ്റ്ററാണ്. ശ്രീ K. കരുണാകരൻ മാസ്റ്ററെ ഈ സംഘടനയ്ക്ക് വേണ്ടി വ്യക്തിപരമായും ഹാർദികമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സാന്ത്വനം നല്ല രീതിയിൽ നമ്മുടെ യൂണിറ്റ് നടത്തിക്കൊണ്ടിരുന്നത് അതിലേക്ക് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ശ്രീ K. M. തോമസിനെ ഇവിടെ അപേക്ഷിക്കുന്നു. പ്രസിഡന്റ് K. M. തോമസ് അധ്യക്ഷത വഹിച്ചു. രാജഭരണകാലത്തും അല്പമൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ടായി. ഈ ഉയർന്ന സൈനിക മേധാവികൾക്കും അങ്ങനെയുള്ള ഉയർന്ന ജോലിക്കാർക്കൊക്കെ പണമായിട്ടോ സ്വർണമായിട്ടോ മറ്റ് സ്വത്തുക്കളായിട്ടോ ഒക്കെ പെൻഷൻ കൊടുത്തുണ്ടായി രാജാക്കന്മാർ. അത് കഴിഞ്ഞ് കേരളം വന്നു, സംസ്ഥാനം രൂപീകരിച്ചു. അത് കഴിഞ്ഞും ചെറിയ തോതിലൊക്കെ പെൻഷൻ തുടങ്ങി. ആദ്യകാലത്തൊന്നും DA ഇല്ല, ചെറിയ പൈസ പെൻഷനായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കേരള സർവീസ് റൂൾസൊക്കെ നിലവിൽ വന്നു. പെൻഷൻ പടിപടിയായി ഉയർന്നു. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അതൊന്നും ഓർമ്മ കാണിക്കുന്നു, അറിവും കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഡിമാൻഡുകൾ ഉയർത്തിയാണ് പല സംഘടനകളും നിലവിലുണ്ടായിരുന്നത്. എല്ലാം കൂടെ കൂടിയാലോചിച്ചാണ് 92 നമ്മുടെ ഇന്നത്തെ സംഘടന ഈ KSSPU രൂപീകൃതമാകും. ട്രഷറർ K. M. ദാമോദരൻ വരവ് ചിലവ് കണക്കും സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സാന്ത്വനം കൺവീനർ VC ഷാജി സ്വാന്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ പ്രസിഡന്റ് KF ജോസഫ് കല്ലമ്പള്ളി, ബ്ലോക്ക് കമ്മിറ്റി അംഗം P. പത്മനാഭൻ, വൈസ് പ്രസിഡന്റ് MK സരോജിനി ടീച്ചർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. B. രമണി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വരണാധികാരി CK ദാമോദരൻ മാസ്റ്ററുടെ മേൽനോട്ടത്തിൽ 2026-27 തിരഞ്ഞെടുപ്പ് നടന്നു. ഒന്ന് ജെയിംസ് മാസ്റ്റർ, ജെയിംസ് ജോൺ, 2 TK ശിവപ്രസാദ്, 3 AK ഭാസ്കരൻ മാഷ് അടുത്ത ദിവസമാണ് വെച്ചത്. ഇവരുടെ 3 പേരുടെയും ദേഹവിയോഗത്തിൽ സമ്മേളനം കേൾക്കുന്നു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.